ഹായ് ഫ്രണ്ട്സ്, അഷറഫ് ചിറ്റാറയിൽ പാലക്കാട്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സ്റ്റൈൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ജയൻ സാർ. തീക്ഷ്ണമായ കണ്ണുകളും ഗാംഭീര്യമാർന്ന ശബ്ദവും 1980 കാലഘട്ടത്തിൽ മറ്റൊരു ഹീറോയിലും കാണാത്ത വിധമുള്ള ജിംബോഡിയും ഒക്കെയുള്ള പക്ക സൂപ്പർ സ്റ്റാർ മെറ്റീരിയലായിരുന്നു അദ്ദേഹം. അന്ന് ശരീരവും ശാരീരവും തൻ്റെ സ്റ്റൈൽ മാനറിസവും കൊണ്ട് വമ്പൻ ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള ജയന്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു കിടക്കുന്നു. വിധിയുടെ ക്രൂരത തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് സിനിമയിൽ ഒക്കെ തിളങ്ങി മലയാളത്തിന് ഇന്ത്യയിലും പുറത്തും സൂപ്പർ സ്റ്റാറായി വമ്പൻ ബ്രാൻഡ് ആകേണ്ടിയിരുന്ന ഇതിഹാസം. ജയൻ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത് എന്നീ തീക്ഷ്ണ നോട്ടത്രയം ഒരുമിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ഹിന്ദി സിനിമ, മിഥുൻ ചക്രവർത്തിയോടൊപ്പമുള്ള ഹിന്ദി സിനിമ ഉൾപ്പെടെ പല വമ്പൻ പ്രൊജക്ടുകളും മറ്റും സംഭവിക്കാനിരിക്കവേ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമെന്ന അഭിപ്രായങ്ങൾ ഇന്നും നിലവിലുണ്ട്. ബയോപിക് സിനിമകൾ അരങ്ങു തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിക്കും മലയാളത്തിൽ നിന്നും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ബയോപിക് സിനിമയാണ് അനശ്വര നടൻ ജയൻ സാറിൻ്റേത്. ശരീരം, സൗന്ദര്യം, കഥാപാത്രത്തിൻ്റെ വേഷവിധാനം, ഡയലോഗ് ഡെലിവറി ഒക്കെ ഇത്രയധികം ശ്രദ്ധിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു നായകൻ അന്ന് വിരളമായിരുന്നു. ഏത് വേഷവും തൻ്റെ ശരീരത്തിന് ഇണങ്ങുമായിരുന്നു. ദിവസം തോറും വ്യായാമം ചെയ്തും ലഹരികൾ ഉപേക്ഷിച്ചും കൊണ്ടുള്ള ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കഥാപാത്രത്തിന് അനുയോജ്യമായ വിഗായിരുന്നു ഓരോ സിനിമയിലും ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ വിഗ് ആണെന്ന് തോന്നിപ്പിക്കാത്ത വിധം അത് പെർഫെക്റ്റ് മാച്ചായി ഉപയോഗിച്ചിരുന്നതും ജയൻ സാർ തന്നെയാണ്. അതുപോലെ സൈക്കിൾ, ബൈക്ക്, കാറ്, ലോറി, ജീപ്പ്, കാളവണ്ടി, ആന, കുതിര തുടങ്ങി എല്ലാത്തരം വാഹനങ്ങളും ജയൻ സാർ ഓടിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ചും കുതിരയെ ഓടിച്ചുകൊണ്ട് അനായാസമായ രീതിയിൽ പലതരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ ഒരു നടൻ ഇന്നും ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്നതാണ് വാസ്തവം. സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒട്ടും ഇല്ലാതിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ മൃഗങ്ങളോടും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മുകളിൽ നിന്നും ക്രെയിനിൽ തൂങ്ങിയാടിയുമെല്ലാം സാഹസികത കാട്ടിയിരുന്ന ജയൻ സാർ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ മുന്നിൽ ഇന്നത്തെ VFX ഗ്രാഫിക്സ് വർക്ക് എല്ലാം തന്നെ അടിയറവ് പറഞ്ഞേനെ. എങ്കിലും അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഡ്യൂപ്പിൻ്റെ സഹായം ഉപയോഗിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ നസീർ സാറിന് വേണ്ടി ഒരു സീനിൽ ഡ്യൂപ്പായി അഭിനയിച്ചത് ജയൻ സാർ ആണെന്നും പറയപ്പെടുന്നു. എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ നോക്കിയിരുന്ന വിശാഖം നക്ഷത്രക്കാരനായ അദ്ദേഹം അത്രമേൽ സിനിമയോട് ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ടും പ്രേക്ഷക ലക്ഷങ്ങളെ സന്തോഷിപ്പിക്കാനും അവരെ കൈയടിപ്പിക്കാനും വേണ്ടിയാണ് കോളിളക്കം സിനിമയിലെ ഹെലികോപ്റ്റർ സീൻ വീണ്ടും റീടേക്ക് എടുത്ത് അപകടത്തിലേക്ക് പതിച്ചത്. അത്രമേൽ സിനിമയെ ആവേശമായി കണ്ടിരുന്ന മനുഷ്യൻ നിർമ്മാതാവിനും സംവിധായകനും പ്രേക്ഷകർക്കും നഷ്ടം സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ ഒടുവിൽ ആ മനുഷ്യന്റെ നഷ്ടം മലയാളികൾക്ക് ഇന്നും നികത്താനാവാത്തതായി മാറിയെന്നുള്ളത് ദുർവിധി. ദക്ഷിണേന്ത്യൻ സ്റ്റാർ കാർത്തിയെ ജയൻ സാറിന്റെ ബോഡിയും സ്റ്റൈലും മാനറിസവും എല്ലാം പരിശീലിപ്പിച്ച് വാർത്താ പ്രാധാന്യം നേടുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാക്കി പുറത്തിറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളിക്ക് എവിടെയൊക്കെയോ ജയൻ സാറുമായി ചെറിയ സാമ്യം ഫീൽ ചെയ്യാറുണ്ട്. മുഖത്തിൻ്റെ ആകൃതി, നോട്ടം, ചിരി, പുരുകൻ കണ്ണുകൾ, വികലമാകാതെ ശബ്ദം അനുകരിക്കുന്ന പെർഫെക്റ്റ് വോയിസ് ഉള്ള മലയാളി മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡെപ്പ് ചെയ്യിപ്പിച്ചാൽ മതിയാകും. രജനീകാന്ത്, കമലഹാസൻ തുടങ്ങിയ തമിഴ് സൂപ്പർ സ്റ്റാറുകളോട് ജയനുണ്ടായിരുന്ന സൗഹൃദവും അന്നുണ്ടായിരുന്ന MGR ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒരു തമിഴ് സിനിമയിൽ പൂട്ടാത്ത പൂട്ടുകൾ എന്ന ക്ലാസിക് സിനിമ അതിൽ അഭിനയിച്ചതിനാലും ഈ ബയോപിക് സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ മാർക്കറ്റിംഗ് ചെയ്യാനും കഴിയും. അതിന് സ്റ്റാർ വാല്യൂ ഉള്ള കാർത്തിയാണ് തീർത്തും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബാല്യം, കൗമാരം, യൗവനത്തിൽ നേവി ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള സാഹസികപരമായുള്ള സേവനങ്ങൾ, സംഭവങ്ങൾ, സിനിമയോട് ഭ്രമം തോന്നി ഒരു ബിസിനസ്സുകാരനായി ജോലിയിൽ നിന്നും വിരമിച്ച സംഭവം, സിനിമയിലേക്കുള്ള രംഗപ്രവേശം, ചെറിയ റോളുകൾ ചെയ്ത് ശ്രദ്ധ നേടി വൻകിട വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്,
ശരപഞ്ചരം എന്ന സിനിമയിലൂടെ നായകനെയും നായികയെയും സൈഡാക്കിക്കൊണ്ട് വില്ലന്റെ കിടിലൻ പെർഫോമൻസ്, വില്ലനെ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ ഇടിച്ചു കയറിയ ആൾക്കൂട്ടം, ഡേ പയ്യൻ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന ഡയലോഗ് കേരളക്കരയാകെ പഞ്ചായും പറഞ്ഞു നടന്ന കാലം, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പ്രധാന വില്ലൻ ആയി അഭിനയിച്ച സിനിമയിൽ തന്നെ പ്രേക്ഷക ലക്ഷം സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയ ഏക നടൻ ജയൻ സാർ മാത്രമാണ്. അത് കഴിഞ്ഞ് ഉപനായകൻ, നായകൻ എന്നീ കാറ്റഗറിയിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ സോമൻ, സുകുമാരൻ, രവികുമാർ, സത്താർ തുടങ്ങി സമകാലികരായ യുവ നായകന്മാർക്കൊന്നും ലഭിക്കാത്ത സ്വീകാര്യത ചുരുങ്ങിയ വർഷം കൊണ്ട് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നസീർ സാറും മധു സാറും കഴിഞ്ഞാൽ പിന്നെ ജയനായിരുന്നു താരമൂല്യമുള്ള നായകൻ. സൂപ്പർ സ്റ്റാർഡം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിച്ച അങ്ങാടി എന്ന സിനിമയുണ്ടാക്കിയ വൻ തരംഗം, ജോസ് പ്രകാശ്, പ്രേം നസീർ എന്നിവരോടുള്ള അഗാധമായ സൗഹൃദം, നസീർ സാറിൽ നിന്നും പഠിച്ചെടുത്ത സ്വഭാവ ഗുണങ്ങൾ, ഏത് കാര്യത്തിനും ഉപദേശ നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിരുന്നതും അദ്ദേഹത്തിൽ നിന്നായിരുന്നു. ഡ്യൂപ്പ് ചെയ്യുന്നവരും മനുഷ്യരല്ലേ എന്ന ചിന്താഗതിയിൽ അവരെ ഫേവർ ചെയ്തുകൊണ്ട് സാഹസിക രംഗങ്ങൾ സ്വയം ചെയ്യാൻ കാണിച്ച മനസ്സ്, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോടൊപ്പം സഞ്ചാരി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ പരാമർശം, കേരളക്കരയാകെ കോളിളക്കം സൃഷ്ടിച്ച ഹെലികോപ്റ്റർ അപകടം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സംഭവിച്ച ദാരുണ മരണം, ഞെട്ടലോടെ അത് കേട്ട കേരള ജനതയുടെ വിലാപങ്ങൾ, ഉൾക്കൊള്ളാനാവാതെ പരിഭ്രാന്തരായവർ, വിങ്ങിപ്പൊട്ടിയ സഹപ്രവർത്തകർ, ഈ ശരീരം കണ്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ച ഡോക്ടർമാർ, മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹതകൾ, ഗോസിപ്പുകൾ, അഭിപ്രായ പ്രകടനങ്ങൾ, ജയൻ ജീവിച്ചിരിക്കുന്നു എന്ന് സ്ഥാപിച്ച വാർത്തകൾ, പുസ്തകങ്ങൾ, മരണശേഷവും അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു അപൂർവ ജന്മ പ്രതിഭാസം, അതായിരുന്നു ജയൻ. ഈ ജീവിതം തന്നെ സെന്റിമെന്റ്സും മാസും ഒക്കെ കലർത്തി 3 മണിക്കൂറുള്ള സിനിമയായി ലാഗില്ലാത്ത രീതിയിൽ വ്യത്യസ്തതയുള്ള മേക്കിംഗ് ശൈലിയിൽ ബിഗ് ബഡ്ജറ്റ് സിനിമയായി അവതരിപ്പിച്ചാൽ മലയാള സിനിമയിൽ തന്നെ അതൊരു ചരിത്ര സംഭവമായി മാറും. മറ്റ് ഭാഷകളിൽ ആയിരുന്നെങ്കിൽ എന്നേ ഇത്തരം ബയോപിക് ഇറങ്ങിയാനെ. കള്ളനായ സുകുമാരക്കുറുപ്പിനെ പോലും വീരപരിവേഷം നൽകി പുനഃസൃഷ്ടിക്കുന്ന മലയാള സിനിമയിൽ കിഡിലൻ ബയോപിക് ചെയ്യാൻ പറ്റിയ വലിയ കണ്ടന്റുള്ള ജയൻ സാറിൻ്റെ ജീവിതം ചെയ്യാൻ പലരും മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. അഷ്റഫ് ചിറ്റാറിയിൽ പാലക്കാട്.